KineMaster ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് ആക്സസിൽ നിന്നും വൈറ്റ് കളർ സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ കുറച്ചു ദൂരം എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ലെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ലവ് കോട്ട്സിന്റെ ആദ്യ 1-2 ലൈനുകൾ ടൈപ്പ് ചെയ്യുക. ഫോണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ടെക്സ്റ്റിന് അനുയോജ്യമായ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുക. കളർ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് ഇവിടെ നിന്നും നിങ്ങൾക്ക് വേണ്ട വിധം എൻലാർജ് ചെയ്ത് മുകളിലേക്ക് വെക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും കുറച്ചു ദൂരം എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. ഇൻ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും വൈപ്പ് റൈറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ സ്പീഡ് 2.5 ആയി സെറ്റ് ചെയ്യുക. ഈ 3 ഡോട്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കോഡ്സിന്റെ അവസാന ഭാഗം എൻ്റർ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും കളർ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ കളർ സെലക്ട് ചെയ്യാം. ടെക്സ്റ്റിന്റെ 2 ഭാഗങ്ങളും ഒരേ ലൈനിൽ വരുന്ന വിധം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ലെറ്ററിംഗ് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് പ്ലേ ചെയ്ത് നോക്കാം. ടെക്സ്റ്റിന്റെ ആദ്യ ഭാഗം അവസാനിക്കുന്നിടത്തായി കർസർ വെച്ചുകൊണ്ട് ഈ ലെയറിന്റെ മുന്നോട്ടുള്ള ഭാഗം ട്രിം ചെയ്ത് കളയുക. ഈ ലെയറിന്റെ ബിഗിനിങ്ങിൽ നിന്നും കർസർ കുറച്ചു ദൂരം മുന്നോട്ട് വെച്ചുകൊണ്ട് ടെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ ലവ് കോട്ട്സ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എൻ്റർ ചെയ്യുക. ഫോണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ടെക്സ്റ്റിന് അനുയോജ്യമായ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ ഫോണ്ട് സെലക്ട് ചെയ്യാം. കളർ ഇവിടെ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റിന് വേണ്ട ഒരു കളർ സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നും ഈ ടെക്സ്റ്റ് മുകളിലായി കൊണ്ടുവന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇവിടെ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മറ്റുള്ള ലെയറുകൾക്ക് സമമായി വെക്കുക. ഇൻ ആനിമേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും വൈപ്പ് ഡൗൺ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ സ്പീഡ് നിങ്ങൾക്ക് വേണ്ട വിധം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ഇമേജ് ഓപ്പൺ ചെയ്യുക. ഓപ്ഷൻ ബാറിൽ നിന്നും മാജിക് റിമൂവർ സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ഈ ഇമേജ് നിങ്ങൾക്ക് വേണ്ട വിധം സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്യുക. സാച്ചുറേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സാച്ചുറേഷൻ ലെവൽ ഇതുപോലെ ഒരല്പം കുറച്ചു കൊടുക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷൻ വീഡിയോയ്ക്ക് വേണ്ട ലെങ്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. കർസർ ഈ ലെയറിന്റെ ബിഗിനിങ്ങിൽ നിന്നും ഒരു ചെറിയ ദൂരം മുന്നോട്ട് വെക്കുക. സ്ക്രീനിൽ നിന്നും ഈ ഇമേജ് താഴെ മറഞ്ഞിരിക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ആനിമേഷന്റേതായ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കർസർ ഇവിടെ നിന്നും ഈ ഇമേജ് ലെയറിന്റെ എൻഡിങ്ങിലായി കൊണ്ടുവന്ന് വെക്കുക. ഇവിടെ നിന്നും ഈ ഇമേജ് ഇതുപോലെ പതിയെ മുകളിലേക്ക് ഉയർത്തി വെക്കുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഇവിടെ കാണിച്ചിട്ടുള്ള മറ്റു 2 വീഡിയോസും ഇപ്പോൾ നാം ചെയ്ത സ്റ്റെപ്പുകളിലൂടെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.